സ്ത്രീകളുടെ പണി പുരുഷന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ആകെ ഒരു കഴിവേ ഉള്ളൂ പുരുഷന്മാരിൽ നിന്ന് ഭിന്നമായിട്ട് അവർക്കുള്ളത്. അത് പ്രസവിക്കാനുള്ള കഴിവ്, കുഞ്ഞിനെ മലയ കെട്ടാനുള്ള കഴിവ്, ഇതാണുള്ളത്. പുരുഷന്മാർക്ക് സവിശേഷമായ ഒരു കഴിവ്, അതൊരു സ്ത്രീയെ ഗർഭം ഉണ്ടാക്കാനാണ്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ആരുടെ കാര്യം, ഞാൻ പുരുഷന്മാരെ പറ്റി സംസാരിക്കും, ആ പയ്യന്മാരുടെ കാര്യം തന്നെ. ആ അവന്മാർക്ക് തുല്യത ഒരിക്കലും പറ്റത്തില്ല. കല്യാണം എന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറണമെങ്കിൽ വ്യക്തികൾ തിരഞ്ഞെടുക്കേണ്ടത്. സാറ് എന്ത് ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്? സാറിന്റെ ഒരു ജീവിതചര്യ എന്തായിരുന്നു, ലൈഫ് സ്റ്റൈൽ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു കൂലിക്ക് ജോലി എന്ന് പറയുന്നു, ഞാൻ നമ്മുടെ അധ്വാനം വിറ്റ് ജീവിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പണിയിൽ ഞാൻ ഒരിക്കലും പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടേതാക്കി മാറ്റാനൊക്കുന്ന പ്രവൃത്തികൾ ഇഷ്ടംപോലുണ്ട്. ഇപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക, ഒരു കൃഷിക്കാരൻ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക, അത് നമ്മുടെ അധ്വാനമാണ്. അത് നമ്മുടെ അധ്വാനമാണ്. അധ്വാനം വിറ്റ് ജീവിക്കാൻ താല്പര്യമില്ല. അധ്വാനം വിറ്റ് ജീവിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞു, അധ്വാനിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. അതാ മനസ്സിലാക്കേണ്ടത്. അധ്വാനം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഉപാധിയാണ്. അത് വിൽക്കുന്ന സംവിധാനം അടിമകളുടെ കാലത്തുണ്ടായത്. ആദ്യം അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്ന ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ അവർക്ക് കൂലി കൊടുക്കാതെ ചെയ്യിക്കാൻ പറ്റും, അതിനെയാണ് അടിമകളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ ആളുകളെ അടിയാളരാക്കി മാറ്റുക, അത് കഴിഞ്ഞ് പ്രജയാക്കുക എന്ന് പറയുന്ന രണ്ട് പ്രവൃത്തി ചെയ്ത വഴിയാണ് ഈ ജോലി എന്ന് പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തി വേറൊരാൾക്ക് വിൽക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിനെയാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്, കൂലിക്ക് ജോലി എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ചെയ്യരുതെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളാണ്. പറഞ്ഞ പോലെ വരുമാന മാർഗം എങ്ങനെയായിരുന്നു? ഞാൻ പുസ്തകം പ്രസിദ്ധീകരിച്ചായിരുന്നു ജീവിതം. പുസ്തകം പ്രസിദ്ധീകരിച്ച് വിറ്റ് അത് ആ പുസ്തകം വിറ്റാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പം ആ പുസ്തകം വിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പണിയാണ്. പുസ്തകം ഉണ്ടാക്കുന്നിടം തൊട്ട് അത് എഴുതുന്ന വശമുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വശമുണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ എഴുത്ത് നമ്മൾ എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ട് അത് വിറ്റ് അത് വിറ്റിട്ടാണ് ജീവിച്ചത്. ഇപ്പോൾ അതല്ല. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് എന്നോട് സംസാരിക്കണമെന്നും എന്നോട് ഒത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമമായ ചിലവുകളിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. എന്നോട് ഒത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുടെ ഒപ്പമാണ് ഇപ്പോൾ ഞാൻ. എനിക്ക് സാറിനോട് ഒരു 10 ദിവസം ജീവിക്കണം താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണവും കിടക്കാനൊരു സ്ഥലവും ഉണ്ടാക്കിയാൽ മതി, ഒരുപാടുമില്ല, അത്രേ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് വളരെ മിതമായി ചെയ്തിട്ടാണ് അത് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നതാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്നെ എന്താ പറയണ്ടേ, ഒരു തുകയ്ക്ക് വിൽക്കുക എന്ന് പറയുന്ന അർത്ഥമില്ല. ഇത്ര രൂപയ്ക്ക് തന്നെ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന തരത്തിൽ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പണി ഞാൻ ഒരു സമയത്തും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. അതേ സമയത്ത് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനകത്ത് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എനിക്ക് വളരെ ചെറിയൊരു ചിലവ് ചെയ്ത് ഞാനത് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ഫാമിലി, ഞാനും എൻ്റെ പാർട്ട്ണറും ഒന്നിച്ച് ജീവിച്ച് കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് 20 വർഷം ചെയ്തിട്ടുണ്ട്. അത് കുട്ടി വളർന്ന് തന്നെത്താൻ ജീവിക്കാൻ തുടങ്ങിയതോടെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഒന്നിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിനകത്തില്ലാതെ അത് ആ ഏരിയ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ പരസ്പരം കാണണമെന്ന് ആഗ്രഹമുള്ള ദിവസം വരുവാണോ കാണുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുന്നുണ്ടാവും. മാരേജ് പോലത്തെ അഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടില്ല? ഇല്ല. അന്നും ഞങ്ങൾ എത്ര വർഷമായി സാർ? അതിപ്പോ 84 ആണ്. ആദ്യത്തെ ലിവിങ് ടുഗദർ സാറായിരിക്കും? അതായിരിക്കണമെന്നില്ല, ലിവിങ് ടുഗദർ പലരും ചെയ്തിട്ടുണ്ടാകും. എന്നാലും അറിയപ്പെടുന്ന ഒഫീഷ്യലി പറഞ്ഞ് ചിലപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മളായിരിക്കും. ലിവിങ് ടുഗദറിനെ കുറിച്ച് സാറിന് മാരേജ് എന്നുള്ള സങ്കല്പത്തിനോട് വലിയ താല്പര്യമില്ലല്ലേ? അല്ല,
സങ്കല്പത്തിനോട് താല്പര്യമില്ലാഴിയൊന്നുമില്ല. സങ്കല്പമാണ് അത്. അതൊരു കഷ്ടമല്ലേ, ഇത് ചടങ്ങല്ലേ, ഇതെന്താണ് സങ്കല്പമാണെന്ന്. അതാണോ ഇതാണോ അല്ല സാറിന്? അതാണോ ഇതാണോ എന്നുള്ള ചോദ്യമേ ഇല്ല. കല്യാണം എന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറണമെങ്കിൽ വ്യക്തികൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഇതുവരെ ആകെപ്പാടെ 3 ഇൻവിറ്റേഷൻ ആണ് കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ വിവാഹമാണ് എന്ന് പറയും. ബാക്കിയെല്ലാം മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത് അവരുടെ തിരഞ്ഞെടുപ്പല്ലെന്ന് എനിക്കറിയാം. അതെ, ഇപ്പൊ പേരൻസ് 2 കുടുംബം തമ്മിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. അതിനകത്ത് ഞാനില്ല. അതിന് സഹകരിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതേ സമയത്ത് ഞങ്ങൾ വിവാഹിതരാകുന്നു, നിങ്ങൾ വരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ 3 ഇൻവിറ്റേഷനാണ് ഞാൻ ഇതുവരെ കണ്ടത്. അങ്ങനത്തെ സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് സത്യത്തിൽ താല്പര്യമുണ്ട്. മറ്റേത് തീരെയില്ല. പിന്നെ പരിചയമുള്ളവരും അടുപ്പമുള്ളവരും വിളിക്കുമ്പോൾ ചില കുറച്ച് പേരുടെ എന്ന് പറഞ്ഞാൽ 10 ഇൻവിറ്റേഷൻ വന്നതിനകത്ത് ഒരെണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. സാറിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സാറിന്റെ പാർട്ണർ, അത് കഴിഞ്ഞിട്ട് സാറിന്റെ അച്ഛൻ, അമ്മ, അങ്ങനെ സാറിന്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്ങനെ. അച്ഛനും അമ്മയും മരിച്ചു. സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. ബാക്കി 4 പേരുണ്ട്. ഞങ്ങൾ ആകെ 6 പേരാണ്. അവരുടെ കോണ്ടാക്ട് അവര് വിളിക്കുകയോ കാര്യം പറയുകയോ ഒക്കെ ചെയ്യും. ഒരാരെങ്കിലും, ഞാൻ സത്യത്തിൽ ആരെയും വിളിക്കാറില്ല. അവരാരെങ്കിലും എന്നെ വിളിക്കുമ്പോൾ കാണും. അങ്ങനെയുള്ള കോണ്ടാക്റ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ സാർ ചോദിക്കുന്നത്, പണ്ടുള്ള കുട്ടികളിൽ നിന്നൊക്കെ ഇപ്പൊ വളരെ വ്യത്യസ്തമായിട്ട് പിള്ളേർ കല്യാണം വേണ്ട, നമുക്ക് കല്യാണം എന്നുള്ളൊരു ആ ഒരു പ്രോസസ്സിനോട് വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്, വിമുഖത കാണിക്കുന്നുണ്ട്. മുമ്പ് യൂട്യൂബ് ചാനൽ പലതും കണ്ടിട്ടുണ്ട്. അത് എന്താണ് അങ്ങനെ ആവാനുള്ള കാരണം? തെരഞ്ഞെടുപ്പ് അവരുടേതല്ലാത്തതുകൊണ്ട്. അതാണ് അതിൻ്റെ പ്രധാന കാരണമായി മാറുന്നത്. വിവാഹം എന്ന് പറയുന്നത് പഴയ കാലത്തെ നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാർഷിക കുടുംബങ്ങളിലുള്ള വിവാഹങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. വ്യക്തിഗതമായ തെരഞ്ഞെടുപ്പുകളില്ലാത്ത, വ്യക്തികളെ പരസ്പരം അറിയാൻ അനുവദിക്കാത്ത ഒരു സമൂഹത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചുറ്റുപാടും കിട്ടുന്ന ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഇന്ന് ഉണ്ട്. പണ്ട് അങ്ങനെ അറിഞ്ഞുകൂടാ. അത് കാരണം കൊണ്ട് അന്ന് വീട്ടുകാർ പറയുന്ന അനുസരിച്ച് എല്ലാവരും വിവാഹം കഴിക്കുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സ്വന്തം വരുമാനം ഉണ്ടാക്കുന്ന നിലവാരത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടി സ്വയം ജീവിക്കാൻ, മറ്റാണെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമേ വിദ്യാഭ്യാസം കൊടുക്കത്തുള്ളായിരുന്നു, പുരുഷന്മാർക്ക് മാത്രമേ സ്വത്ത് കൊടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ അവരെ ആശ്രയിച്ച് മാത്രമായിരുന്നു സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അവരുടെ വഴി അത് മാത്രമായിരുന്നു. അങ്ങനെ ചുരുക്കി നിലനിർത്തിയിരുന്ന ഒരു സംവിധാനത്തിനകത്തായിരുന്നു നമ്മൾ പഴയ കാലത്തെ വിവാഹങ്ങളെല്ലാം നിന്നത്. ഇതുകൊണ്ടാണ് പെണ്ണ് കണ്ട് ആ പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ചെറുക്കൻ്റെ സ്വത്തിൽ ജീവിക്കുന്ന ഒരാൾ മാത്രമാണ്. സ്ത്രീക്ക് ഒപ്പം കൊടുക്കുന്ന കാശ് അത് പുരുഷന് സ്ത്രീയെ നോക്കാൻ വേണ്ടി സ്ത്രീയുടെ അച്ഛൻ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്ത്രീധനം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, സ്ത്രീയെ നോക്കി, ഞാൻ ഇതുവരെ നോക്കി, ഇനി നീ നോക്കാനായിട്ട് നിനക്ക് സഹായം തരുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് കൊടുക്കുന്ന സ്വത്ത് പോലും അവളുടേതല്ലായിരുന്നു. സ്ത്രീയെ നോക്കാൻ വേണ്ടി പുരുഷനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീയുടെ അച്ഛൻ കൊടുക്കുന്ന സ്വത്തായിരുന്നത്. ഇങ്ങനെയായിരുന്നു നിലനിൽപ്പ് തന്നെ. അപ്പോൾ മാറ്റി പ്രതിഷ്ഠിച്ച് വേറൊരു കുടുംബത്തിലേക്ക് കുട്ടിക്കാലത്തെ വളരുമ്പോഴേ കുട്ടിയോട് പറയും, ഇത് നിന്റെ വീടല്ല, നിന്റെ വീട് വേറെയാണ് എന്ന് പറഞ്ഞ് പുര നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു, പെൺകുട്ടികളെ ഇറക്കി വിട്ടു എന്നാണ് പറയാറ് പോലും. ഇങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിനകത്തെ വിവാഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി, നമ്മളെല്ലാവരും തുല്യരാണെന്നും സ്ത്രീ പുരുഷ ബന്ധങ്ങളെന്ന് പറയുന്നത് തുല്യതയുടെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നൊക്കെ പറയുന്ന ഇത് ആരംഭിച്ച് കുറേശ്ശെ ഈ വിഷയങ്ങൾ വരികയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് തന്നെത്താൻ വരുമാനം ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം ആരംഭിച്ചത്. അല്ല, അപ്പൊ ഇത്
പെൺകുട്ടികൾ അങ്ങനെ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതൊക്കെ, അപ്പൊ ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന പോലെ അവരുടെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അവരെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണോ, അവർക്ക് അവരുടെ ഭാവി ഭാസുരമാകുമോ മോശമാകുമോ എന്ന് അവർക്കൊരു ടെൻഷൻ കാണില്ലേ? അവർക്ക് ആവശ്യമില്ലാത്ത ടെൻഷനാണ്. അവര് ഡോക്ടറായി പോയി ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റി അവരിങ്ങനെ ആലോചിക്കാറുണ്ട്. വളരെ ടെൻഷൻ ഉണ്ടാക്കുന്നവരാണല്ലോ. അതിന് അവർ പ്രാപ്തരായി കഴിഞ്ഞല്ലോ. പ്രാപ്തിയാക്കാതെ എന്തായിരിക്കുന്നു ഇതിന്? അതിന് പറ്റും. കളക്ടർ ആകാനായിട്ട് സ്ത്രീക്ക് പറ്റും. പക്ഷേ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനുള്ള വിവരമില്ല. അങ്ങനെ ഉണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? ഇനി ഒരു ഡിസ്ട്രിക്റ്റ് നടത്താനുള്ള കഴിവൊക്കെ പറ്റും, ഒരു ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അതെന്താ അങ്ങനെ വരുന്നത്? അല്ല, ഈ പക്വത എന്ന് പറഞ്ഞാൽ അതെ, പക്വത എന്ന് പറയുന്നത് ഈ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് വേണ്ട. അല്ല, അതന്നെ അവർ പ്രിപ്പയർഡ് ആയിട്ട് അവർ ഒരുപാട്. അത് ഇതിനെന്താ പ്രിപ്പയർഡ് ആകാനൊക്കാത്തെ? സാറ് പറഞ്ഞ ഹാർട്ട് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് പറ്റാതെ? അങ്ങനെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ ചെയ്യാതിരിക്കുന്നത്? കല്യാണമല്ലേ? അതാ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അത് ചെയ്യാത്തത്? എന്താ പ്രിപ്പയർ ചെയ്യാത്തത്? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ള അർത്ഥം. അല്ലാതെ പക്വതയുടെ പ്രശ്നമൊന്നുമില്ല. സാറിന് ലിവിങ് ടുഗദറിനോടാണോ? ലിവിങ് ടുഗദർ ഒന്നും എനിക്കിതൊന്നും ഈ പറയുന്ന വരികളൊന്നും ഞാൻ ഇതിനകത്ത് ഈ പറയുന്ന ചർച്ചയ്ക്കകത്തില്ല. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഇണയെ തിരഞ്ഞെടുക്കേണ്ടവരാണ്. അത് അവരവരാ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനും വിവരമൊന്നുമില്ല നമ്മുടെ ഇണയെ തിരഞ്ഞെടുക്കാൻ. ഇവിടുത്തെ സകല കുടുംബ കോടതി ഉണ്ടായത് എന്നാണ്? ഒരു 30 വർഷമായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അമ്മയും അച്ഛനും മുഴുവൻ നോക്കി സകലതും ചെയ്തിട്ടുള്ളവരുടെ ആണല്ലോ ഈ കുടുംബ കോടതിയിൽ പിരിയുന്നത്, അല്ലേ? അപ്പൊ പിന്നെ അമ്മയ്ക്കും അച്ഛനും വിവരം ഉണ്ടെന്നുള്ളതിന് തെളിവ് എന്താ? 70% പിരിയാതിരിക്കുന്നതിന് ഈ മുഴുവൻ പണിയെടുത്തിട്ടാണ്. 30% ആണെന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. എന്തോ പറഞ്ഞ ഞാൻ 30%-നെ പറ്റി ഒന്നുമല്ല പറഞ്ഞത്. 30%-ആണ്. വിവാഹത്തിനേക്കാളും കൂടുതൽ വിവാഹമോചനമാണെന്നുള്ളത് ഇയാളെ കണക്കെടുത്ത് നോക്കും. പറയും ഞാൻ ഈ പറഞ്ഞതിന് ഉത്തരം പറ. കുടുംബ കോടതി ഞാൻ പറഞ്ഞിട്ടുണ്ടായതാണ് അല്ല. കോടതിക്കകത്ത് രക്ഷയില്ലാത്ത അത്രയും വിവാഹമോചന കേസുകൾ വന്നിട്ട് അതിന് സ്പെഷ്യൽ കോടതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടല്ലേ ഉണ്ടായത്. അപ്പൊ ഈ അമ്മയും അച്ഛനും വിവരമുണ്ട്, അവർ തെരഞ്ഞെടുത്താൽ കറക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ വിവാഹമോചനത്തിന് അവരെല്ലാവരും ശ്രമിച്ചേനെ? എല്ലാമാണോ? ഒരു കോടതിക്കകത്ത് തീർക്കാൻ കഴിയാത്തത്രയും നിലനിന്നിരുന്ന കോടതികൾക്കകത്ത് പറ്റാതെ സ്പെഷ്യലായിട്ട് കോടതി ഉണ്ടാക്കാൻ ബാധ്യത വന്നു. അതെന്തുകൊണ്ടാ? ഈ അമ്മയ്ക്കും അച്ഛനും ഇണകളെ തെരഞ്ഞെടുക്കാനുള്ള അറിവും വിവരവും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കുടുംബ കോടതികൾ ഉണ്ടാവും? എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായല്ലോ. അല്ലാതെ ഏതെങ്കിലും ഒരു കോടതിയൊന്നും അല്ലല്ലോ ഇവിടുത്തെ വനിതാ കമ്മീഷൻ എന്നോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന പോലെ ഒരു സാധനം അല്ലല്ലോ. എല്ലാ ഡിസ്ട്രിക്റ്റിലും കുടുംബ കോടതിയുണ്ട്. അതിനും വേണ്ടി വിവാഹമോചനം നടക്കുന്നതുകൊണ്ടാണല്ലോ അതുണ്ടായത്. അപ്പൊ അമ്മയും അച്ഛനും സകല തരത്തിലുള്ള അന്വേഷണവും നടത്തി സകല എന്താണ് ജോത്സ്യം വരെ വെച്ച് മുഴുവൻ 10 പരുവമുണ്ട്, എന്താണ് പൊരുത്തമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയതല്ലേ. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാവരും പിരിഞ്ഞു പോകുന്നത്? കാരണം ജനാധിപത്യപരമായി പെരുമാറുന്നത് ക്ലാസ് റൂമിനകത്തൂടെയും ചുറ്റുപാടുമുള്ള ആൾക്കാർ കേൾക്കും വളർന്നും സ്വന്തമായ തീരുമാനം ഉണ്ടാകുകയും വരുമാനമുള്ള സ്ത്രീകളുണ്ടായപ്പോൾ അവർക്ക് അഭിപ്രായം ഉണ്ടായതുകൊണ്ടുണ്ടായ പ്രശ്നമാണ്. അമ്മയ്ക്കും അച്ഛനും ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള അറിവോ ഇല്ല, വിവരവും ഇല്ല, ഒരു തരത്തിലും ആ കാര്യങ്ങളിനകത്ത് അവർ ഇടപെട്ട് പോലും കൂടാത്ത. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ളവർ മാറുമ്പോൾ അവരുടെ ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അവർ ഒന്നിച്ച് ജീവിക്കണോ പിരിയണോ എന്നുള്ള അവർ തീരുമാനിച്ചോളൂ. ഇത് എല്ലാ വീട്ടിനകത്തും അമ്മായിയമ്മയും മരുമോളും തമ്മിൽ അടിയിടുന്നുണ്ടല്ലോ. അതെന്താണ് അമ്മായിയപ്പനും മരുമോനും തമ്മിൽ അടിയിടാത്തത്? എന്താണ് അടിയിടാത്തത്? അമ്മായിയപ്പനും മരുമോനും തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്നില്ല, അതുകൊണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്തെ ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് ഈ അമ്മയും അച്ഛനുമാണ്.
രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത, അവരുടെ ജീവിതത്തിനകത്ത് നിരന്തരം ഇടപെട്ട് അത് കുളവാക്കുന്ന ഒരു പണിയാണ് ഈ അമ്മയും അച്ഛന്മാരുടെയും പണിയുന്നത്. അതുകൊണ്ടാണ് ആ പ്രശ്നം മുഴുവൻ. സ്ത്രീ പുരുഷന്മാര് തമ്മിൽ പ്രശ്നം ഉണ്ടാവും, രണ്ടുപേര് തമ്മിൽ ജീവിക്കുന്നിടത്ത് എല്ലാം പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനകത്ത് അമ്മ അച്ഛന്മാരും ഇടപെട്ടില്ല. അതിനെയാണ് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ ലോകത്തുണ്ടായത്. അവരുടെ അടുത്തേ അത് പറയാവും, അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അടുപ്പിക്കും. ഒരു രണ്ടുപേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവർ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്തവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ട് നിർബന്ധിപ്പിക്കപ്പെടും. അവർക്ക് ഈ വ്യക്തികൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പറഞ്ഞാൽ അവരൊരു സമ്മതിക്കത്തില്ല. കാരണം ജാതി മതം അനുസരിച്ച് കല്യാണം കഴിപ്പിക്കുന്നവരാണ്. വിവേചനം മാത്രം പഠിപ്പിക്കുന്ന വീടുകളിനകത്താണ് നമ്മൾ ജനിക്കുന്നത്. അല്ലാതെ ആണും പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്നതല്ല, ജാതിക്കാരെ തമ്മിലാണ് കല്യാണം കഴിപ്പിക്കുന്നത്. ഇണകളാണെന്നുണ്ടെങ്കിൽ ആണും പെണ്ണും അല്ലേ, പിന്നെ അങ്ങനെ ആണിനെയും പെണ്ണിനെയും അല്ലാതെ ജാതിക്കാരെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ കാര്യം എന്താ? അതുകൊണ്ടാണ് അടിമകളെ കല്യാണം കഴിപ്പിച്ച് ശീലമുള്ള അമ്മയും അച്ഛന്മാരുടെ പാരമ്പര്യത്തിൽ പെടുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസം നേടി സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടായപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അല്ലാതെ ഞാനിരുന്ന് പറയുന്നുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വ്യക്തികളെ രൂപപ്പെടുത്തുന്ന ഒരു പണി ഒരു വശത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ആ വീടുകളിനകത്ത് സംഭവിക്കണം. അത് സംഭവിച്ചിട്ടില്ലാത്ത വീടുകളാണ് ഇന്നും പെണ്ണ് കണ്ടു വിളിച്ചോണ്ട് വരാനൊക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത പെണ്ണുങ്ങളെ ഉണ്ടാക്കി പശുവിനെ പോലെ വാങ്ങിക്കൊണ്ടുവരുന്ന സംഭവത്തിനെയാണ് നിങ്ങൾ കല്യാണം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അവിടെ നിന്ന് കയറിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഇവിടെ ഇടും. അപ്പത്തൊട്ട് നടക്കുന്ന ശരിയായ നരകം ഈ വീടുകളിനകമാണ്. അത് മുഴുവൻ അനുഭവിച്ചുകൊണ്ടാണ് തമ്മിലടിക്കുന്നത്. അങ്ങനെയാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം, ഭാര്യയും അമ്മയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നിടത്താണ് ഈ പുരുഷന്മാർ മുഴുവൻ തലയിൽ കയ്യും വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ പഴഞ്ചൻ സമ്പ്രദായത്തിന്റെ തുടർച്ച പുതിയ മനുഷ്യരെ കൊണ്ട് ജയിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പണ്ടത്തെ വീടുകളിലെല്ലാം വലിയ സമാധാനമാണെന്നാണ് പറയുന്നത്. പണ്ടത്തെ വീട്ടിൽ ഒരാളേ ഉള്ളൂ, ഗൃഹനായകൻ. അന്ന് ഗൃഹനായികയില്ല, വീട്ടമ്മയുള്ളൂ. ഗൃഹനായകന് പകരം ഗൃഹനായികയുണ്ടെന്ന്, സ്ത്രീയും പുരുഷനും തുല്യരാണെന്നൊക്കെ പറയുന്ന മറ്റു വരികളൊക്കെ പഠിച്ച് തുല്യരായി പെരുമാറാൻ തുടങ്ങുമ്പോഴാണ് കുഴപ്പമാകുന്നത്. തുല്യരായി പെരുമാറാൻ പഠിച്ചിട്ടില്ലാത്ത പുരുഷന്മാരുടെ ഒപ്പം ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സംഘർഷം മുഴുവൻ ഉണ്ടാകുന്നത്. തുല്യത വേണ്ടേന്നല്ല, തുല്യത അറിഞ്ഞുകൂടാത്ത പുരുഷന്മാരാണുള്ളത്. ജീവിതത്തിൽ അറിഞ്ഞുകൂടാ. പുരുഷനാണ് കേന്ദ്രമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്തുനിന്ന് തുല്യമായിട്ടുള്ള പൗരരെ ഉണ്ടാകുന്നതിനകത്ത് ഈ വിഷയം അറിഞ്ഞുകൂടാതിരിക്കുന്ന ഏക വിഭാഗമാണ് പുരുഷന്മാർ. അതാണ് സ്വാതന്ത്ര്യം ആവശ്യമുള്ള ആർക്കാണ്? അടിമയായിട്ടിരുന്നവർക്ക്. അത് സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് നാട് മാറുന്നത് നല്ലതല്ല. സ്ത്രീകൾ തുല്യരാകുന്നത് നഷ്ടമായിട്ട് അവർ അങ്ങനെ തന്നെയാണ്. പുരുഷൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞ ആരുടെ കാര്യം? ഞാൻ പുരുഷന്മാരെ പറ്റി സംസാരിക്കും. പയ്യന്മാരുടെ കാര്യം തന്നെയാണ്. അവന്മാർക്ക് തുല്യത ഒരിക്കലും പറ്റത്തില്ല. അല്ല, അവർ എവിടുന്നാ പഠിച്ചിട്ടുള്ളത്? എന്നാണ് തുല്യരായിട്ട് പെരുമാറിയിട്ടുള്ളത്? ഏത് വീട്ടിലാണ് അവർ പഠിക്കുന്നത്? ഏത് വീട്ടിൽ അവിടെ അവൻ കൂടെ ഉള്ള സഹോദരിയോടൊപ്പം തുല്യമായി ജീവിക്കുന്ന ഒരു പുരുഷനെ കാണിച്ചു? അടുക്കളയിൽ കയറി എന്തെങ്കിലും പണിയെടുത്തിട്ടുള്ള ഒരു പുരുഷനുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ സഹായിക്കുന്നു എന്നൊക്കെയാണ്. സഹായമൊന്നുമല്ല. അങ്ങനെ സഹായിക്കുന്ന പറഞ്ഞ സ്ത്രീകളുടെ പണിയൊന്നും അല്ലത്. എന്താ കളക്ടർ ആകാനായിട്ട് സ്ത്രീകൾക്ക് പറ്റത്തില്ലേ? പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുക്കളയിലെ പണി പെണ്ണ് തന്നെയാണ്. ഭർത്താവും ഭാര്യയും രണ്ടുപേരും അധ്യാപകരാണ്. വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അധ്യാപകൻ ആ പുരുഷൻ അവിടെ ഇരിക്കും, അകത്തേക്ക് പിന്നെ പോകത്തില്ല. അതുകൊണ്ട് പുരുഷന്മാരെ തുല്യരായ, സ്ത്രീകളെ തുല്യരായി കാണാൻ പഠിപ്പിക്കുന്ന വീടുകളുണ്ടാകുന്നത്. അതിപ്പം നിലനിൽക്കുന്ന അമ്മയും അച്ഛനും വളർത്തിയാൽ നടക്കത്തില്ല. അത് സ്കൂളിൽ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ച് തുല്യരായി പെരുമാറാനും
ഈ പറയുന്ന പ്രവർത്തികളെന്ന് പറയുന്നത് മുഴുവനും പങ്കുവെക്കുകയാണ്, അല്ലാതെ ഭാര്യയെ സഹായിക്കുന്ന പുരുഷനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് ആരുടെയും പണിയല്ലെന്ന്, എല്ലാവരുടെയും പണിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കി പെരുമാറാൻ അറിയുന്ന പുരുഷന്മാരുണ്ടാകേണ്ട പ്രശ്നമുണ്ട്. സ്ത്രീകളുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് സംഘർഷം ഉണ്ടായത്. സ്ത്രീകൾക്ക് ഇരട്ടിപ്പണി ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയതുപോലെ തന്നെ കുട്ടികളെ മുഴുവൻ നോക്കുകയും വേണം, ഓഫീസുകളിൽ ജോലി ചെയ്യുകയും വേണം. ഇരട്ടപ്പണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 18 മണിക്കൂർ പണിയെടുക്കുന്നവരായിട്ട് അവർ മാറി. മറ്റേ വീട്ടിനകത്തെ പണിയായിരുന്നു അവർക്കുണ്ടായിരുന്നു, അത് സ്ത്രീകളുടെ പണിയായിട്ടാണ് കാണുന്നത്. പക്ഷെ എല്ലാ ഹോട്ടലിലും പുരുഷന്മാരാണ് കുക്ക് ചെയ്യുന്നത്. അതെ, പാത്രം കഴുകുന്നവർ. അപ്പൊ അത് അറിയാവുന്നവരാണല്ലോ, പിന്നെ വീട്ടിൽ എന്താ ചെയ്യാൻ പറ്റാത്തത്? എല്ലാ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുന്ന പുരുഷന്മാരാ. അതെ, അപ്പൊ അവർക്ക് സദ്യ ഉണ്ടാക്കാനും അറിയാം, ഹോട്ടലില് കുക്ക് ചെയ്യാനും അറിയാം, പക്ഷെ വീട്ടിലറിഞ്ഞു. അറിയാൻ മനസ്സിലാക്കണം. ഈ പണി വരുമാനം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പഠിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ലോകത്ത് ഒരു പണിയില്ല അങ്ങനെ. സ്ത്രീകളുടെ പണി പുരുഷന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ആകെ ഒരു കഴിവേ ഉള്ളൂ പുരുഷന്മാരിൽ നിന്ന് ഭിന്നമായിട്ട് അവർക്കുള്ളത്. അത് പ്രസവിക്കാനുള്ള കഴിവും കുഞ്ഞിനെ മലയ കെട്ടാനുള്ള കഴിവും, ഇതാണുള്ളത്. പുരുഷന്മാർക്ക് സവിശേഷമായ ഒരു കഴിവുണ്ട്, അതൊരു സ്ത്രീയെ ഗർഭം ഉണ്ടാക്കാനായിട്ട് ഉള്ള കഴിവ്. ഈ വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യും.